Hello everyone, it's me Rahul. Welcome to Richard Talks. എങ്ങനെയുണ്ടായിരുന്നു ഇപ്പം ഇന്നലത്തെ ദിവസം? ബിഗ് ക്രാഷ് ആയിട്ടാണ് മാർക്കറ്റ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ മാർക്കറ്റ് റിക്കവർ ചെയ്തു. ലാസ്റ്റ് ഡേ ഹൈയുടെ മുകളിൽ വന്നാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത് അല്ലേ? ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ മാർക്കറ്റ് താഴോട്ടുള്ള മൂവ്മെന്റ് ആണ് തന്നത്. പക്ഷേ മാർക്കറ്റ് നമ്മൾ വിചാരിച്ചാലൊക്കെ ഒരുപാട് താഴെ ആയിട്ട് മാർക്കറ്റ് എന്താ പറയുക, മാർക്കറ്റ് ഒരു 1000 പോയിന്റ്സ് അടുപ്പിച്ച് താഴെ വീണു. പിന്നെ ഒരു ചെറുതായിട്ടൊന്ന് റിക്കവർ ചെയ്തിട്ട് ഒരു 700 പോയിന്റ്സിലാണ് മാർക്കറ്റ് നിന്നിട്ടുള്ളത് അല്ലേ? അങ്ങനെയാണ് മാർക്കറ്റ് ക്ലോസ് ആയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഡേ ഹൈയും ഡേ ലോയും ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ ഞാൻ വേറൊരു സംഭവം ഇവിടെ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു ഫോർമേഷൻ കണ്ടോ നിങ്ങൾ? മാർക്കറ്റ് ഒരു ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു 1 ഡേ ടൈം ഫ്രെയിമിൽ. കണ്ടോ? ഇത് 1 ഹവറിലും കാണാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ഹെഡ് ആൻഡ് ഷോൾഡർ പാറ്റേൺ നമ്മൾ പഠിച്ചിട്ടുള്ള പോലെ തന്നെ ഈ 23,800 ഈ റേഞ്ച് കഴിഞ്ഞ് മുകളോട്ട് മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്നതോടുകൂടി മാർക്കറ്റ് ഒരു റിവേഴ്സൽ ആകാനുള്ള ചാൻസ് കൂടുതലാണ്. ഓക്കെ, അതിന് ഇപ്പം ടെമ്പററി ഒരു ഇതില്ല. പക്ഷേ ഇതൊരു പാറ്റേൺ നിങ്ങൾ മനസ്സിൽ എടുത്ത് വെച്ചോ, ഇങ്ങനൊരു പാറ്റേൺ ഉണ്ട് മാർക്കറ്റിൽ. പക്ഷേ പ്രസന്റ് സെന്റിമെന്റ്സ് 23,800 ഒരുപാട് മുകളിലാണ്, 1000 പോയിന്റ് അറൗണ്ട് മുകളിലാണ്. അത് ബ്രേക്ക് ചെയ്താലേ ഒരു മൂവ്മെന്റ് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ. അപ്പം തൽക്കാലം നമുക്കത് വേണ്ട. നമുക്ക് നാളത്തെ മൂവ്മെന്റ് നോക്കാം. നാളത്തെ മൂവ്മെന്റ് ഡേ ഹൈയും ഡേ ലോയും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം നാളെ ഈ 22,257 അതായത് ഇന്നത്തെ ഡേ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് മാർക്കറ്റ് മുകളിലോട്ട് ഒരു മൂവ്മെന്റ് കാണിക്കുകയാണെങ്കിൽ ഒരുപാടൊന്നും മുകളിലോട്ട് പ്രതീക്ഷിക്കരുത്. ചെറിയൊരു ടാർഗറ്റ് വെച്ച്, കാരണം മാർക്കറ്റ് നമ്മുടെ സെന്റിമെന്റ്സ് ഡൗൺ ആയതുകൊണ്ടാണ് ചെറിയൊരു ടാർഗറ്റ് വെച്ചിട്ട് 22,517 ഇത് നാളെ കാണാൻ കഴിയും. മുകളിലോട്ട് T1 ആയിട്ട് നമുക്ക് ഈ 22,517 എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ താഴോട്ടും ഡേ ലോ ആണ്. അത് ഒരു 1% റിസ്ക് ഒക്കെ എടുത്താൽ മതി മുകളിലോട്ട് കേട്ടോ. താഴോട്ട് മാർക്കറ്റ് വരികയാണെങ്കിൽ നമ്മുടെ താഴോട്ടുള്ള ടാർഗറ്റ് നമുക്ക് നോക്കാം. ജസ്റ്റ് നമുക്ക് വരച്ചു നോക്കാം. നാളോട്ട് മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് വളരെ മോശമാണ്. അതുകൊണ്ടാണ് ഞാൻ ടാർഗറ്റ് ഒരുപാട് ഞാൻ വരയ്ക്കാത്തത്. കാരണം ഇങ്ങനെയുള്ള മാർക്കറ്റിൽ നമ്മൾ ട്രേഡ് ചെയ്യുന്നത് തന്നെ ഭയങ്കര റിസ്ക്കിയാണ്. അപ്പം താഴോട്ട് മാർക്കറ്റ് ഒരു മൂവ്മെന്റ് തരികയാണെങ്കിൽ നമുക്ക് സേഫായിട്ട് 21,638 ഈ റേഞ്ചിൽ മാർക്കറ്റ് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. പക്ഷെ മേ ബി നമുക്ക് പറയാൻ കഴിയില്ല എന്താ നടക്കുന്നത്. അപ്പം ഈ 21,638 സേഫായിട്ട് ഒരു 100 പോയിന്റ് താഴോട്ടും ഒരു ഏകദേശം ഈ ഒരു 22,517 ഈ ഒരു ഇത് മുകളിലോട്ടും നാളെ കഴിയും. അപ്പം നാളെ മാർക്കറ്റിൻ്റെ ഒരു എൻ്റെ അനാലിസിസിൽ എൻ്റെ ഒരു ടാർഗറ്റ്സ് ഇത് രണ്ടുമാണ് മാർക്കറ്റിൽ. അപ്പം നാളെ ഇത് മുകളിലോട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ വെയിറ്റ് ചെയ്യുക. ആദ്യം തന്നെ മാർക്കറ്റിൽ എൻട്രി എടുക്കരുത്. ബ്രേക്ക് ചെയ്തിട്ട് ഒരു സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് മാർക്കറ്റിന് മുകളിലോട്ട് കയറുകയാണെങ്കിൽ മുകളിലോട്ടുള്ള ഈ ടാർഗറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. താഴോട്ടും അതേപോലെ തന്നെ താഴോട്ടും താഴോട്ട് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ മൂവ്മെന്റ് തരികയാണെങ്കിൽ താഴോട്ടും ഉള്ള ഒരു മൂവ്മെന്റ് T1 താഴോട്ടും കാണാൻ കഴിയും. അപ്പം ഈ രണ്ട് ടാർഗറ്റും ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുക. 22,517 ആൻഡ് 21,638. ജസ്റ്റ് നമുക്ക് നിഫ്റ്റി ബാങ്ക് കൂടെ നോക്കാൻ വേണമെങ്കിൽ നിഫ്റ്റി ബാങ്കും ഒരു ലാസ്റ്റ് ഒരു ചെറിയ റിക്കവറി ഒക്കെ തന്നായിരുന്നു. നിഫ്റ്റി ബാങ്കിന്റെ ഹൈ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ നിഫ്റ്റി ബാങ്കും ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇന്നത്തെ ഹൈ ബ്രേക്ക് ചെയ്തിട്ട് അതിൻ്റെ മുന്നേ ട്രേഡ് ചെയ്യുന്നത് അത്ര സേഫ് അല്ല. അപ്പം നമ്മൾ മുന്നിൽ തന്നെ ടാർഗറ്റ് ഉണ്ട്. മുകളിലോട്ട് വരികയാണെങ്കിൽ 50,749 ഇത് നമുക്ക് മുകളിലോട്ട് ടാർഗറ്റ് കാണാൻ കഴിയും. അപ്പം നാളെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇതിന് മുകളിൽ സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ മാത്രം ഈ ഒരു മൂവ്മെന്റ് എടുക്കുക, അല്ലെങ്കിൽ മാർക്കറ്റിൽ നിന്ന് മാറിയിക്കുക. ഓക്കെ, മാർക്കറ്റ് സ്റ്റേബിൾ അല്ല. താഴോട്ടുള്ള മൂവ്മെന്റ് ആയിരിക്കും കൂടുതലും. പക്ഷെ
നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റി ഓവർ കറക്റ്റഡ് ആയിട്ടുണ്ട്. പിന്നെ ഓക്കെ, എൻ്റെ ഒരു പ്രതീക്ഷ വെച്ചിട്ട് ഇന്ത്യക്ക് അമേരിക്കയുടെ സൈഡിൽ നിന്ന് ഒരു പോസിറ്റീവ് ന്യൂസൊക്കെ ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. ചിലപ്പം ഇന്ത്യയിൽ നിന്ന് വിട്ടുപോയ FIIs എല്ലാം തിരിച്ച് ഇന്ത്യയിലോട്ട് ഇതൊരു അവസരമാക്കിയിട്ട് വരാനും ചാൻസ് ഉണ്ട്. കാരണം ചൈനയ്ക്കെതിരെ വീണ്ടും US സൈഡിൽ നിന്ന് ഒരുപാട് പ്രഷർ വരുന്നുണ്ട്. മേ ബി നോക്കി കാണാം. ഫണ്ടമെന്റലി ഞാൻ അത്ര ഫിറ്റ് അല്ല, അതുകൊണ്ട് ഫണ്ടമെന്റലി എനിക്ക് അത്ര അറിയത്തില്ല. നോർമൽ ന്യൂസ് നമ്മളെല്ലാവരും കാണുന്ന പോലെ തന്നെ നോർമൽ ന്യൂസേ ഞാൻ കാണാറുള്ളൂ. ഒരുപാട് നോളജ് ഒന്നും ആ കാര്യങ്ങളൊന്നും എനിക്കില്ല. ഓക്കെ, ടെക്നിക്കലി ആണ് ഞാൻ ട്രേഡ് ചെയ്യാറ് കൂടുതലും. എന്താണ് മാർക്കറ്റ് കാൻഡിൽസ് പറയുന്നത് അത് നോക്കിയാണ് ട്രേഡ് ചെയ്യാറ്. അപ്പോൾ നിഫ്റ്റിയിലും നിഫ്റ്റി ബാങ്കിലും നമ്മുടെ ഈ 2 ടാർഗറ്റ് ഈ ടാർഗറ്റ്സ് നാളെ മെയിൻറ്റെയിൻ ചെയ്യുക. നിഫ്റ്റി ബാങ്കിൽ താഴോട്ടുള്ള ടാർഗറ്റും കൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നിഫ്റ്റി ബാങ്ക് താഴോട്ട് വരികയാണെങ്കിൽ നാളെ 48,623. അതും നിഫ്റ്റി ബാങ്ക് താഴോട്ട് ഇറങ്ങുകയാണെങ്കിൽ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. അതിന് മുന്നേ ഈ ഒരു ഏരിയയിൽ നോ ട്രേഡിങ് സോണായിട്ട് നാളെ നമ്മൾ വെക്കുന്നതായിരിക്കും എപ്പോഴും നല്ലതുണ്ടാവുക. കാരണം ഈ ഏരിയയിൽ ട്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. മേ ബി കാരണം എന്താ വെച്ചാൽ വോൾട്ടൈൽ ആയിരിക്കും മാർക്കറ്റ്, മുകളിട്ടും താഴോട്ടും നിൽക്കും. ഒരു സ്കാപ്ലിംഗ് പോലുള്ള ട്രേഡിംഗ് ഒക്കെ ചെയ്യാന്നല്ലാതെ ആ ഏരിയയിലൊക്കെ ട്രേഡ് ചെയ്യുന്നത് റിസ്ക് ആയിരിക്കും. അപ്പോൾ ആ ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. നിഫ്റ്റി ആണെങ്കിലും നിഫ്റ്റി ബാങ്ക് ആണെങ്കിലും ഈ ഒരു ഏരിയയിൽ ട്രേഡ് ചെയ്യാതിരിക്കുക. ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്, നോ ട്രേഡിംഗ് സോൺ ഇവിടെ മാർക്ക് ചെയ്യാം. നിങ്ങളും ഇങ്ങനെ മാർക്ക് ചെയ്ത് വെക്കുന്നത് എപ്പോഴും നന്നായിരിക്കും കേട്ടോ. ഈ ഒരു നിഫ്റ്റി ബാങ്കിൽ നിഫ്റ്റിയിലൊക്കെ ആദ്യം നമുക്കൊരു എന്താ പറയുക വ്യൂ വേണം. നമ്മൾ ഈ ഏരിയയിൽ ട്രേഡ് ചെയ്യത്തില്ല എന്നൊരു വ്യൂ വേണം. അപ്പോൾ ആ ഏരിയയിൽ ട്രേഡ് ചെയ്യരുത്. അപ്പം നാളെ നമ്മുടെ ടാർഗറ്റ്സ് ഇതൊക്കെയാണ്. മോൾട്ടും താട്ടും നിഫ്റ്റിയുടെ വ്യൂ ഇങ്ങനെയാണ്. ഇങ്ങനെ ഒരു സെറ്റപ്പിൽ കിട്ടുകയാണെങ്കിൽ എടുക്കുക, അല്ലെങ്കിൽ മാറി നിൽക്കുക മാർക്കറ്റിൽ നിന്ന്. മാർക്കറ്റ് വോൾട്ടൈലായിരിക്കും. ഇതിന്റെ മുകളിൽ കയറിയ 22,517 ഒക്കെ ടച്ച് ചെയ്തിട്ട് തിരിച്ച് പോരാൻ ചാൻസ് ഉള്ളൂ. സസ്റ്റെയിൻ ചെയ്യാൻ ചാൻസ് കുറവാണ്. ഡിപ്പെൻഡ് അപ്പോൺ മാർക്കറ്റ് സെന്റിമെന്റ്സ് ഫോർ ടുമോറോ. സോ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു.